റെഡ്ഡിയും 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു വനിതാംഗമാണ്. ധനസരി അനസൂയ എന്ന തെലുങ്കാനക്കാരുടെ സ്വന്തം സീതക്ക. കൗമാരപ്രായത്തിൽ നക്സലൈറ്റ് കമാൻഡറായിരുന്ന സീതക്ക പിന്നീട് നിയമത്തിനു മുന്നിൽ കീഴടങ്ങുകയും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയുമായിരുന്നു. MLA-യും മന്ത്രിയുമായി തിളങ്ങി നിൽക്കുന്ന ഈ നേതാവ് ഇതിനിടയിൽ അഭിഭാഷകയും PhD നേട്ടവുമെല്ലാം സ്വന്തമാക്കി. സത്യവാചകം ചൊല്ലാൻ സീതക്ക ഹൈദരാബാദിലെ LB സ്റ്റേഡിയത്തിലെ മൈക്കിനു മുന്നിലെത്തുമ്പോൾ നിലയ്ക്കാത്ത കരഘോഷമായിരുന്നു സദസ്സിൽ ഉണർന്നത്. ഗവർണർ 2 തവണ സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടും 10,000-ങ്ങളുടെ ആർപ്പുവിളി അവസാനിക്കാൻ സീതയ്ക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ജനമനസ്സിലെ അവരുടെ സ്ഥാനം വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇത്. 1971-ൽ തെലുങ്കാനയിലെ ഗോത്രവർഗ കുടുംബത്തിൽ ജനിച്ച സീതക്ക കൗമാരക്കാലത്താണ് നക്സലൈറ്റ് പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയാകുന്നത്. 14-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ജനശക്തി നക്സൽ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറി. പിന്നീട് നക്സലൈറ്റ് കമാൻഡറായി മാറിയ ഇവർ 10 പേരടങ്ങുന്ന മാവോയിസ്റ്റ് ദളത്തിന് നയിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സീതക്ക നിയമത്തിനു മുന്നിൽ കീഴടങ്ങുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതും. നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷകയായ ഇവർ കഴിഞ്ഞ വർഷമാണ് PhD എന്ന സ്വപ്നവും സ്വന്തമാക്കിയത്. നക്സലിസത്തിൽ ആകർഷയായതിനെ കുറിച്ച് സീതക്ക ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വരുന്ന സ്ഥലം നക്സലൈറ്റ് പ്രത്യയശാസ്ത്രത്തിന് പേര് കേട്ടതായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും എപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. 1960-കളിൽ ആന്ധ്രയിലുണ്ടായിരുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളും ഭൂമിക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ആദിവാസി സമൂഹത്തിന്റെ പോരാട്ടങ്ങളാണ് ഈ മേഖലയിൽ നക്സലിസത്തിന് വിത്ത് പാകിയത്. പിന്നീട് രക്തം വീണ നിരവധി പോരാട്ടങ്ങൾക്കും തെലുങ്ക് മണ്ണ് സാക്ഷ്യം വഹിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സീതക്ക നക്സലിസത്തിലേക്ക് ആകർഷ്ടയാകുന്നത്. നക്സലൈറ്റ് കുടുംബാംഗമായതോടെയാണ് അനസൂയ സീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് സീതക്കയുമായി ഒരു ദശാബ്ദകാലം കൂടി സീതക്ക നക്സലിസത്തിനൊപ്പം തന്നെ തുടർന്നു. 1997-ൽ സർക്കാരിന്റെ പൊതുമാപ്പ് പദ്ധതി പ്രകാരമാണ് ഇവർ നിയമത്തിനു മുന്നിൽ കീഴടങ്ങുന്നത്. ആ സമയത്ത് 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിരുന്നു. ഭർത്താവ് അപ്പോഴും ഒരു നക്സലൈറ്റ് ആയിരുന്നു. പിന്നീട് ഒരു ഏറ്റുമുട്ടലിൽ അയാൾ മരിച്ചു. സീതക്കയുടെ സഹോദരനും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. നക്സലിസം ഉപേക്ഷിച്ച സീതക്ക പിന്നീട് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അഭിഭാഷകയായി പ്രവർത്തിച്ചതും ആദിവാസികൾക്ക് വേണ്ടി തന്നെ. സഹപ്രവർത്തകരായ അഭിഭാഷകരുടെ പിന്തുണയോടെയാണ് സീതക്ക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അധികാരമുണ്ടെങ്കിൽ മികച്ച സേവനം ചെയ്യാൻ കഴിയുമെന്ന സഹപ്രവർത്തകരുടെ വാക്കുകളെ തുടർന്നായിരുന്നു ഇത്. 2009-ൽ TDP ടിക്കറ്റിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് സീതക്ക എത്തുന്നത്. 2004-ൽ മത്സരിച്ചെങ്കിലും അന്ന് വിജയിക്കാനായില്ല. സംവരണ മണ്ഡലമായ മുലുഗുവിൽ നിന്നു തന്നെയാണ് 3 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. മുലുഗുവിലെ ജഗണാപേട്ടാണ് സീതക്കയുടെ ജന്മദേശം. ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണിത്. ഇവിടുത്തെ വോട്ടർമാരിൽ 75% ആദിവാസികളാണ്. 2017-ൽ രേവന്ത് റെഡ്ഡിക്കൊപ്പം TDP വിട്ട സീതക്ക കോൺഗ്രസിൽ ചേരുകയും ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു. 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ഇവർ 2023-ലും ജയം ആവർത്തിച്ചു.